എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. റവ കൊണ്ടുള്ള ഒരു മസാല ബോളാണ് ഇന്നത്തെ റെസിപ്പി. നല്ല ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയതാണ്. നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു മെത്തേഡാണ്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റാണ്. ഇതേ രീതിയിൽ നമുക്ക് സോഫ്റ്റായി കിട്ടും. നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ ഗ്യാസ് ഓൺ ചെയ്തൊരു പാത്രം വെച്ച് പാത്രം ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് 2 സ്പൂണ് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വെളിച്ചെണ്ണ ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യുക. 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 5 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ഇത്രയും കാര്യങ്ങൾ ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്താൽ മതി. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചെരുവി വെച്ചത് കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ ഈ ഒരു ഗ്ലാസ്സിലാണ് വെള്ളം റവ എടുത്തത്. റവ നമുക്ക് 1 ഗ്ലാസ് മതി. ഇനി വെള്ളം തിളച്ച് വരുന്നുണ്ട്, അതിലേക്ക് റവ ആഡ് ചെയ്ത് കൊടുക്കുക. റവ ഞാൻ ഇവിടെ വറുത്ത റവ ആണ് എടുത്തത്. അപ്പോൾ നിങ്ങളെ കയ്യിൽ വറുക്കാത്ത റവ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വറുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഉപ്പുമാവിനാക്കുന്ന മാതിരി നല്ലോണം ടൈറ്റായിട്ടൊന്ന് നമുക്ക് കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യണം. ഈ ഒരു രീതിയിൽ കിട്ടിയ ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് മാറ്റി വെക്കാം. ഇതൊന്ന് നമുക്ക് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്ത് നേരെ ചൂടാകുമ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മൾ സാധാരണ മാവ് കുഴക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ കുഴച്ചെടുക്കാം. ഈ രീതിയിൽ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ചെറിയ ഉരുളകളാക്കിയിട്ട് മാറ്റാം. ഇതേ രീതിയിൽ നമുക്ക് ഓരോരോ ഉരുളകളാക്കിയിട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് ആവി കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇഡലി പാത്രത്തിൽ വെച്ചിട്ട് നമുക്ക് ഇത് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം 10 മിനിറ്റ് ആയിട്ടുണ്ട്, നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇന്ന് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രം വെച്ചിട്ട് നമുക്ക് ചൂടായതിന് ശേഷം 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കടുക് ഇടാം. നമ്മൾ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷമാണ് കടുക് ഇടേണ്ടത്. അപ്പോൾ കടുക് നല്ലോണം പൊട്ടി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, 1/4 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ കടലപ്പരിപ്പ്, പിന്നെ നമ്മൾ 2 വറ്റൽമുളക് പൊട്ടിച്ചിടുന്നുണ്ട്, അതുപോലെ കറിവേപ്പില, ഇത്രയും ഇട്ടിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ 1 ടീസ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇവയും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി അതിന് ശേഷം ഇപ്പോൾ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് നമ്മൾ സ്റ്റീം ചെയ്ത് വെച്ച ഉരുളകൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇതേ രീതിയിലാക്കുക. അപ്പോൾ നമുക്ക് ഉടയാണ്ട് കിട്ടും. ഇനി അതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഗ്യാസ് ഓഫ് ചെയ്യുക. ഇതിലേക്ക് ഒരു 1/4 കപ്പ് മല്ലിയില, 1 ടീസ്പൂണ് ചെറുനാരങ്ങാനീര് ഇവയും കൂടി ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാല ബോൾ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്യും. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റുന്നത്. നല്ല സോഫ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വേറെ റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.